ഹായ് ഫ്രണ്ട്സ്, ഹയർ സെക്കൻഡറി +1 ആൻഡ് +2 മോഡൽ എക്സാം ഈ തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ അന്ന് തൊട്ട് തന്നെ വരുന്നുണ്ട്. ഇന്ന് മാതൃഭൂമി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു, ഹയർ സെക്കൻഡറി മാതൃകാ പരീക്ഷ ലക്ഷ്യം പാളുന്നതായി വിമർശനം. ഒരു ബെഞ്ചിൽ 4ഉം 5ഉം കുട്ടികൾ ദിവസം 6 മണിക്കൂറോളം വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ. തിങ്കളാഴ്ച ആരംഭിച്ച ഹയർ സെക്കൻഡറി മാതൃകാ പരീക്ഷ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വലയ്ക്കുകയാണ്. +1 +2 ക്ലാസ്സുകൾക്ക് രാവിലെയും ഉച്ചയ്ക്കു ശേഷവും പരീക്ഷ വെച്ചതോടെയാണ് ഇതൊരു പ്രഹസനമായി മാറിയത്. 17 മുതൽ 21 വരെയാണ് ഹയർ സെക്കൻഡറി +1 +2 ക്ലാസ്സുകൾക്ക് മാതൃകാ പരീക്ഷ നടക്കുന്നത്. സംസ്ഥാനത്തെ 9 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. 6 വിഷയങ്ങളിലായാണ് പരീക്ഷ. 17 മുതൽ 20 വരെ രാവിലെയും ഉച്ചയ്ക്കും പരീക്ഷയുണ്ട്. ലാസ്റ്റ് ഡേ 21-ാം തീയതി രാവിലെ മാത്രം. ചില വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ 3 ദിവസം കൊണ്ട് തന്നെ 6 പരീക്ഷയും അവസാനിക്കും, അതായത് രാവിലെയും വൈകുന്നേരവുമായി. സാധാരണ ഒരു ദിവസം ഒരു പരീക്ഷ വീതം 6 ദിവസമാണ് പരീക്ഷ നടത്താറ്. ഇതുമൂലം പൊതുപരീക്ഷകൾ നടക്കുന്ന അതേ മാതൃകയിൽ ഒരു ബെഞ്ചിൽ 2 വീതം കുട്ടികളെ ഇരുത്തി പരീക്ഷ നടത്തുന്നതിന് വിദ്യാലയ അധികൃതർക്ക് സാധിച്ചിരുന്നു. എന്നാൽ പുതിയ ടൈം ടേബിൾ പ്രകാരം സ്കൂളിലെ മുഴുവൻ കുട്ടികളും പരീക്ഷാ സമയങ്ങളിൽ ഹാജരാകേണ്ടതായത് ഈ 5 ദിവസം കൊണ്ട് മുഴുവൻ കുട്ടികൾക്കും പരീക്ഷ തീരുകയാണ്. SSLC മാതൃകാ പരീക്ഷയും ഇതേ സമയം നടക്കുന്നതിനാൽ തന്നെ ഹൈ സ്കൂളിലെ സൗകര്യം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിനാൽ സാധാരണ ക്ലാസ് മുറികളിൽ ഇരിക്കുന്നത് പോലെ കുട്ടികളെ ഇരുത്തി, അതായത് ഒരു ബെഞ്ചിൽ 3-4 കുട്ടികളെ ഇരുത്തിയാണ് മിക്ക സ്കൂളുകളിലും പരീക്ഷ നടക്കുന്നത്. കുട്ടികളിൽ പരീക്ഷയോടുള്ള മനോഭാവം മാറ്റാൻ അത് കാരണമാകുമെന്ന് അധ്യാപകർ പറയുന്നു. അതായത് പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങളിൽ 2.25 മണിക്കൂറാണ് കുട്ടികൾ എക്സാം ഹാളിൽ, പ്രാക്ടിക്കൽ ഉള്ളത് 2.25 മണിക്കൂറും. അതായത് പരീക്ഷയ്ക്ക് മുന്നേ കുട്ടികൾ എക്സാം ഹാളിൽ എത്തുകയാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും എക്സാം ഉള്ള ദിവസം ഏകദേശം 6 മണിക്കൂറോളം ഈ ഒരു കാലാവസ്ഥയിൽ കുട്ടികൾ ക്ലാസ്സിൽ ഇരുന്ന് പരീക്ഷ എഴുതേണ്ട ഒരു സാഹചര്യമാണ്. മാർച്ച് 3 മുതൽ നടക്കുന്ന പൊതുപരീക്ഷയെ പേടിയോടെയോ വേവലാതിയോടെയോ കുട്ടികൾ ഒരുപക്ഷെ നോക്കിക്കണ്ടേക്കാം. ഈ പേടിയും വേവലാതിയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാതൃകാ പരീക്ഷ നടപ്പിലാക്കുന്നത്. എന്നാൽ മാതൃകാ പരീക്ഷ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരു അസ്വസ്ഥമായ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മറികടന്നുകൊണ്ട് ഉള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും, അല്ലെങ്കിൽ ഹൈ സ്കൂളിലെ അധിക റൂമുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ബെഞ്ചിൽ 2 പേരെ ഇരുത്തിക്കൊണ്ട് പരീക്ഷ നടത്തുന്ന അപൂർവം ചില സ്കൂളുകളുമുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ടൈം ടേബിൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടായേക്കാം. കാരണം ഈ വർഷത്തെ വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ പ്രവൃത്തി ദിനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരാഴ്ചയല്ലാതെ പരീക്ഷ നടപ്പിലാക്കാനായിട്ട് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം. അല്ലാതെ കുട്ടികളുടെ സൈഡ് നോക്കാതെ ഒരിക്കലും ഇങ്ങനെയൊരു ടൈം ടേബിൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വരാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. എന്തെങ്കിലും തക്കതായ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെയൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തത്. മാത്രമല്ല ഈ വർഷത്തെ മാർച്ച് മാസത്തെ എക്സാമും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. റംസാൻ മന്താണ് വരുന്നത്. മാത്രമല്ല SSLC എക്സാമും ഇതേ സമയം നടക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് +1 +2 ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം വരുന്നത്. മാത്രമല്ല +1 +2കാരുടെ +1 ഇമ്പ്രൂവ്മെൻ്റ് എക്സാം മുന്നേ നടക്കാത്തതുകൊണ്ട് അതുകൂടി കുട്ടികൾ എഴുതേണ്ടിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അസ്വസ്ഥതകളും ആകുലതകളും ഉള്ളൊരു വർഷമാണ്. എന്നാൽ ഇപ്പോഴത്തെ മോഡൽ എക്സാമിനെ കുറിച്ച് ഒരുപാട് പരാതികളും പരിഭവങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫൈനൽ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആവുക. നല്ല രീതിയിൽ എക്സാം എഴുതാനുള്ള ആരോഗ്യം, മാനസിക ശാരീരിക ആരോഗ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നല്ലൊരു എക്സാം നമുക്ക് വരട്ടെ, നന്നായി എഴുതാൻ കുട്ടികൾക്ക് സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു.